പിണറായിയുമായി തെറ്റിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് പിണറായിയെ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് CPI തുറന്നു പറയും. ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബിനോയ് വിശ്വം. വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞത്. ഇതിന്റെ തുടക്കം ഇന്നലെ സംഭവിച്ചു. വീണയോ റിയാസോ കുരുങ്ങിയാൽ പിണറായി വിവരമറിയും. അതാണ് ബിനോയുടെ തീരുമാനം. മാസപ്പടി കേസിലെ ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM വാദം CPI തള്ളി. ഇത് സംബന്ധിച്ച ചോദ്യത്തിന് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഇത്തരം കൊടുക്കൽ വാങ്ങലിലൊന്നും CPIക്ക് പങ്കില്ലെന്നും പാർട്ടിക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിഷയത്തിൽ ലക്ഷങ്ങളുടെ ഹവാല ഇടപാട് നടന്നുവെന്ന് ED ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നേതാക്കളുടെ പരിചയക്കാരെ വരെ ED വേട്ടയാടുകയാണെന്നും ഇത്തരം നീക്കത്തെ രാഷ്ട്രീയമായി നേരിടണമെന്നും CPM വ്യക്തമാക്കുമ്പോഴാണ് CPI വേറിട്ട നിലപാട് പ്രകടിപ്പിക്കുന്നത്. ഇത് പിണറായിയെ ലക്ഷ്യമിട്ട് തന്നെയാണ്. CMRL എക്സാലോജിക് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ വീണയുടെ വീട്ടിൽ നിന്നും മുമ്പ് കണ്ടെത്തിയ പണം ഇടപാടുകളുടെ കയ്യെഴുത്ത് കണക്കുകളിലാണ്. ഏകദേശം 20 കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ രേഖയിലുള്ളത്. 3.49 ലക്ഷം UAE ദിർഹം ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഹവാല ചാനലുകൾ വഴി പണം കൈമാറിയതിന്റെ സൂചന ലഭിച്ചതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ, കൈമാറിയ തുക, ചിലവഴിച്ച തുക തുടങ്ങിയ വിവരങ്ങൾ കയ്യെഴുത്ത് രേഖകളിലുണ്ടെന്നും ED വാർത്താക്കുറിപ്പിൽ ഇന്നലെ അറിയിച്ചിരുന്നു. ഇതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് ബിനോയോട് ചോദിച്ചത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി LDFൽ CPM CPI തർക്കം രൂക്ഷമായതിന് പിന്നാലെയാണ് ബിനോയുടെ പ്രതികരണം വന്നത്. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്നത് സംബന്ധിച്ച് സ്പീക്കർക്ക് താൻ ഒരു കത്ത് കൊടുക്കേണ്ട താമസമേ ഉള്ളൂവെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതാണ് CPI ചൊടിപ്പിച്ചത്. തൊട്ടു പിന്നാലെ പിണറായിയെ തള്ളി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. പിണറായിയുടെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ആരോപണം. പ്രതിപക്ഷ ഉപനേതാവ് ആരെന്നത് സംബന്ധിച്ച് ആ കത്ത് താനാണ് എഴുതി കൊടുക്കേണ്ടതെന്നും കത്ത് കൊടുത്താൽ ഉപനേതാവ് വരും എന്നായിരുന്നു പിണറായി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കത്തിലെ പേര് CPI നേതാവിൻ്റെതാകുമോ അതോ CPI നേതാവിൻ്റെതാകുമോ എന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു. അതിൽ ഒരു സംശയവുമില്ല, CPI നേതാവിന്റെ പേരായിരിക്കുമെന്നായിരുന്നു പിണറായി മറുപടി നൽകിയത്. ഇതാണ് ബിനോയിയെ ചൊടിപ്പിച്ചത്. ഇപ്രകാരം ഒരു രീതിയിൽ സഖാവ് പിണറായി വിജയൻ സംസാരിക്കുമെന്ന് വിശ്വസിക്കാൻ തനിക്ക് പ്രയാസമുണ്ടായിരുന്നുവെന്നും തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ബിനോയ് വിശ്വം പറഞ്ഞു. അഥവാ അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം വഹിക്കുന്ന പദവിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പക്വതയ്ക്കോ നിരക്കുന്ന പ്രസ്താവനയല്ല അതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തർക്ക വിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ്. അതല്ലാതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ LDFന്റെ സംസ്കാരത്തിന് നിരക്കാത്ത പ്രസ്താവനയാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് നൽകില്ലെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തീർത്തു പറഞ്ഞു. ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെ എന്ത് ചർച്ചയാണ് വേണ്ടതെന്ന് ചോദിച്ച CPIയെ പിണറായി കടന്നാക്രമിച്ചു. ഇതോടെ ഈ പ്രശ്നത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. ഉപനേതൃസ്ഥാനം കിട്ടിയേ തീരുമെന്ന വ്യാഴാഴ്ച വ്യക്തമാക്കിയ CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കുള്ള മറുപടി കൂടിയാണ് പിണറായി നൽകിയത്. ഡൽഹിയിൽ CPI നേതൃയോഗങ്ങൾ നടക്കുമ്പോഴാണ് LDFലെ അവരുടെ പ്രധാന ആവശ്യം തള്ളുകയും അതിനായുള്ള സമ്മർദ്ദത്തോടുള്ള അമർഷം പിണറായി പ്രകടിപ്പിക്കുകയും ചെയ്തത്. CPMനുണ്ടായ തിരിച്ചടി പ്രയോജനപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ നീക്കമാണിതെന്ന പാർട്ടിക്കുള്ളിൽ അമർഷമാണ് പിണറായിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. CPI നേതൃയോഗങ്ങളിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കി നടന്ന ചർച്ചയും പിണറായിയെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് കരുതുന്നവരുണ്ട്. അതേസമയം ഐക്യത്തിനാണ് താല്പര്യമെന്നും തർക്കത്തിനില്ലെന്നും ഡൽഹിയിൽ പറഞ്ഞ ബിനോയ് വിശ്വം LDF യോഗം വിളിച്ചാൽ പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് ഘടകകക്ഷികളെ കൂട്ടി തങ്ങളുടെ ആവശ്യം തള്ളാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് അംഗീകരിക്കില്ലെന്നും വ്യക്തമാക്കി. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPM CPI പോര് മുറുകുന്നതിനിടെ വിഷയത്തിൽ LDF നിയമസഭാ കക്ഷിയിലെ മൂന്നാമത്തെ കക്ഷിയായ RJD ഇടപെട്ടു. ഉപനേതാവ് പദവി ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടിയിലെ സ്ഥാനമാനങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ RJDയുമായി ആലോചിക്കണമെന്ന് പാർട്ടി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് പറഞ്ഞു. CPMും CPIയും കഴിഞ്ഞാൽ LDFന് നിയമസഭാ കക്ഷിയിൽ പ്രാതിനിധ്യമുള്ള ഒരേയൊരു പാർട്ടിയാണ് RJD. ജനങ്ങൾ തോൽപ്പിച്ചിട്ട് മുന്നണിയിലെ പ്രധാന കക്ഷികൾ പാഠം പഠിച്ചിട്ടില്ലെന്നും വർഗീസ് ജോർജ് വിമർശിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനു പകരം ഉപനേതാവിനെ സംബന്ധിച്ച് നടക്കുന്ന തർക്കം മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കും. സുപ്രധാന നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും LDF പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാൻ കഴിയാത്തത് നിരാശാജനകമാണ്. എത്രയും വേഗം
പാർലമെന്ററി പാർട്ടി വിളിച്ചുകൂട്ടണം, വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. ഇടതുമുന്നണിയുടെ സംഘടനാപരമായ ഘടനയെ ദുർബലപ്പെടുത്തിയതും രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച CPI നിലപാടുകളാണ്. 2022 ശ്രേയസ് കുമാർ ഒഴിഞ്ഞ RJDയുടെ രാജ്യസഭാ സീറ്റ് CPIക്ക് നൽകേണ്ടി വന്നു. ഇന്ത്യ ഒട്ടാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ക്ഷയിക്കുമ്പോൾ പാർലമെന്റിൽ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞാണ് അന്ന് RJDയുടെ സീറ്റ് CPI കരസ്ഥമാക്കിയതെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു. 2024 രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നപ്പോഴും ആ സീറ്റ് CPI സ്വന്തമാക്കി. ആരാണോ രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത് അവർക്കാണ് അവകാശമെന്നായിരുന്നു അന്ന് CPI പറഞ്ഞത്. CPIയുടെ ഈ നിലപാട് കാരണം ചെറുകക്ഷികൾക്ക് ഇതോടെ മുന്നണിയിൽ സീറ്റ് ലഭിക്കാതെയായി. നേരത്തെ ജനതാദളും RSPയും അടക്കമുള്ള ചെറുകക്ഷികൾക്ക് റൊട്ടേഷൻ വ്യവസ്ഥയിൽ രാജ്യസഭാ സീറ്റുകൾ ലഭിച്ചിരുന്നു. ജനതാദളിലെ അരങ്ങിൽ ശ്രീധരൻ, കേരള കോൺഗ്രസിലെ വക്കച്ചൻ മറ്റത്തിൽ, RSPയിലെ പ്രേമചന്ദ്രൻ എന്നിവർക്ക് സീറ്റ് ലഭിച്ചതും അങ്ങനെയാണ്. എന്നാൽ അതിന് വിരുദ്ധമായുള്ള CPIയുടെ സമീപനമാണ് മുന്നണിയിലെ ജനാധിപത്യ കക്ഷികളുടെ രാജ്യസഭാ പ്രാതിനിധ്യം ഇല്ലാതാക്കിയത്. നിലവിൽ LDFിൽ 8 കക്ഷികൾക്കാണ് നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതായതെന്ന് വർഗീസ് ജോർജ് പറഞ്ഞു. എന്ത് വിട്ടുവീഴ്ചയാണ് വേണ്ടത്? ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? ഇല്ലാത്തൊരു പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചർച്ച ചെയ്യാനാണ്? കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? LDF യോഗം ചേരാൻ കഴിയാത്ത പ്രതിസന്ധിയില്ല. യോഗം അതിന്റെ വഴിക്ക് ചേരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പിണറായിയെയും മകളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇക്കാലം അത്രയും CPI സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇരു പാർട്ടികളെയും തമ്മിൽ തെറ്റിച്ചു. പിണറായിയുടെ മകൾക്കെതിരെ ബിനോയ് വിശ്വം നിലപാട് ശക്തമാക്കിയതാണ് ഇരുവരെയും ഇരുകരകളിൽ നിർത്തിയത്. മുമ്പ് CPIക്കെതിരെ CPM രംഗത്ത് വന്നിരുന്നു. ഇത്രയും വലിയൊരു പ്രതിസന്ധി പിണറായി വിജയൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഉറ്റവർ പോലും കൈവിട്ടു. എന്തിന് ഇത്രയും കാലം ചങ്കായി ചേർന്ന് നിന്ന് MP സ്ഥാനം കരസ്ഥമാക്കിയ ജോൺ ബ്രിട്ടാസ് പോലും കൈവിട്ടു. വീണയെ ED അറസ്റ്റ് ചെയ്താൽ CPM മിണ്ടില്ല. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് CPM പറയും. ബിനീഷ് കോടിയേരിക്ക് നൽകിയ പിന്തുണയിൽ നിന്നും 1 ഇഞ്ച് പോലും കൂടുതൽ വേണ്ട വീണയുടെ കാര്യത്തിലെന്നാണ് CPMന്റെയും CPIയുടെയും തീരുമാനം. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനെ ED കുരുക്കാൻ ഒരുങ്ങുമ്പോൾ പാർട്ടി പ്രതിരോധത്തിനില്ലെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ്. വീണയുടെ കാര്യം അവർ തന്നെ നോക്കട്ടെ എന്ന നിലപാടിലാണ് CPM കടക്കുന്നത്. മുമ്പ് ED റെയ്ഡിന് എത്തിയപ്പോൾ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത നൽകി പ്രതിരോധം തീർത്ത CPM പുതിയ സാഹചര്യത്തിൽ വീണയെ കൈവിടുകയാണ്. വീണയെ കൈവിടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ. വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു CPM രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് മുമ്പ് പ്രതികരിച്ചത്. SFIയോടക്കം വിവരങ്ങൾ വീണ ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസ് CMRL നൽകിയ രാഷ്ട്രീയ സംഭാവനകളിലും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ മന്ത്രിസഭയിൽ 2 പേർ പണം കൈപ്പറ്റിയെന്ന് സമ്മതിച്ചതാണ്. അത് വെച്ച് നോക്കുമ്പോൾ വീണ വാങ്ങിയെന്ന് പറയുന്നത് എത്രയോ ചെറിയ തുകയാണ്. ആ പണം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണമെന്നും ജോൺ ബ്രിട്ടാസ് ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് ആണ് വീണയുടെ കാര്യത്തിൽ ഡൽഹിയിൽ ചരട് വലിച്ചിരുന്നത്.